തിരുവനന്തപുരം നെടുമങ്ങാട് കോൺഗ്രസ് CPM സംഘർഷം. വനിതാ പ്രവർത്തകരടക്കം 4 പേർക്ക് പരിക്കേറ്റതായി ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തി. പത്താങ്കല് ഗ്രന്ഥശാലയിൽ UDF സ്ഥാപിച്ച പാർട്ടി ഓഫീസിലേക്ക് ഒരു സംഘം CPM പ്രവർത്തകർ അതിക്രമിച്ചു കടന്ന് ആക്രമണം നടത്തിയതായി കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു. 15ഓളം CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ പരാതി. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, സാധാരണ ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഈ പ്രചാരണ സമയത്തൊക്കെ ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങൾ പതിവാണ്. ഈ നെടുമങ്ങാട്ടെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടോ? ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് നെടുമങ്ങാട്. CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്ന മീനാങ്കൽ കുമാറാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം CPIയിൽ നിന്ന് കോൺഗ്രസിൽ വന്നോളം അദ്ദേഹത്തെ സീറ്റ് ലഭിക്കുകയായിരുന്നു. അങ്ങനൊരു തർക്കം അവിടെ, അല്ലെങ്കിൽ അത്തരമൊരു വൈരാഗ്യം അവിടെ രണ്ട് പാർട്ടി പ്രവർത്തകരും തമ്മിലുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. പത്താങ്കലിലുള്ള CPIയുടെ കോൺഗ്രസിന്റെ UDFന്റെ തെരഞ്ഞെടുപ്പ് സമിതി ഓഫീസ് ആക്രമിച്ചു എന്നാണ് UDFന്റെ പരാതി. പരാജയ ഭീതിയിൽ CPM ഒക്കെ അക്രമം അഴിച്ചുവിടുന്നുവെന്ന ആരോപണമാണ് മീനാങ്കൽ കുമാർ ഉന്നയിച്ചത്. ഒരു പ്രകോപനവുമില്ലാതെ പത്താങ്കലിലെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർക്കുകയും വനിതാ പ്രവർത്തകരടക്കമുള്ളവരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെ UDFന്റെ ആരോപണം. നെടുമങ്ങാട് സമാധാനപരമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഈ പ്രവർത്തകരുടെ DYFI പ്രവർത്തകരുടെ അക്രമത്തിൽ വനിതകളടക്കമുള്ള കോൺഗ്രസ് UDF പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നാണ് പറയുന്നത്. പലർക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി റഫീഖ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് റംജീന, കോൺഗ്രസ് പ്രവർത്തകരായ അൽഫിയ, സഫീർ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. CPM നൽകിയ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് സമയം വളരെ വീറും വാശിയുമുള്ള തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇത്തരം സംഘർഷങ്ങളിലേക്ക് കലാശിക്കുന്നത് പോലീസിനും ഒരു തലവേദനയാണ് ആകുമെന്ന് ഉറപ്പാണ്. ഏതായാലും തുടർ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം ഇപ്പോൾ അവിടെ ഇല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത് കൂടുതൽ രൂക്ഷമാകാനിടയുണ്ട്. വളരെ വലിയ വീറും വാശിയുമുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ചും CPIയിൽ നിന്ന് വന്ന ഒരാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വൈരാഗ്യവും പാർട്ടി മുന്നണി പ്രവർത്തകർ തമ്മിലുണ്ട്. അങ്ങനെ ഇപ്പോഴവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? പോലീസ് എത്രത്തോളം ജാഗ്രതയിലാണ്? നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു വലിയ ശക്തമായ മത്സരം, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വലിയ ശക്തമായ മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ് നെടുമങ്ങാട്. ഇനിയൊരു രാഷ്ട്രീയ സംഘർഷത്തിന് സാധ്യതയുണ്ടോ അവിടെ? കാര്യമായൊരു സംഘർഷാവസ്ഥ നിലവിലില്ല. ഇന്നലെ വൈകുന്നേരത്തുണ്ടായ ഒരു സംഭവമാണിത്. അതിനുശേഷം പോലീസ് അവിടെ കാവലൊക്കെ ഏർപ്പെടുത്തി പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം, വളരെ വൈകാരികമായി രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആളുകളുള്ള പ്രദേശം കൂടിയാണിത് അവിടെ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംഘർഷങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി എന്ന് പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലൊക്കെ വീണ്ടും ഇത്തരം സംഭവങ്ങളിലേക്കുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മേഖലയിലാണ് ഒരു വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും സംഘർഷത്തിലേക്കുമൊക്കെ പോയത്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ BJP നേതാക്കൾ മർദ്ദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ നിലവിലവിടെ സ്ഥിതിഗതികൾ ശാന്തമാണ്, സമാധാന അന്തരീക്ഷമാണ്. പോലീസ് വലിയ ജാഗ്രതയിലുമാണ്. കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പൊതുവിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അത് ഈ നെടുമങ്ങാട് പത്താങ്കല്ല് ഭാഗത്തും അത്തരമൊരു സൂക്ഷ്മത, ഒരു ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തുണ്ട്. അവിടെ പോലീസിൻ്റെ വലിയ വിന്യാസമൊക്കെ ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നു. കാര്യമായ പ്രശ്നങ്ങളില്ലാതെ പോകാൻ ഇരു കക്ഷികളോടും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പരാതിയിൽ ഇതിനകം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.